ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യമനി സാഹിത്യത്തിലെ ഒരു ഇതിഹാസത്തെക്കുറിച്ചാണ്, അബ്ദുള്ള അൽ ബറദൂനി. പ്രത്യേകിച്ച് UGC നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതവും കൃതികളും തീർച്ചയായും ഒരുപാട് സഹായകമാവും. നമുക്ക് തുടങ്ങാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ വളരെ പ്രശസ്തമായ ശക്തമായ ഒരു വരിയിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഹബീബ് വാഫൈത്തു മിൻ സൻആ യഹ്മിലുനി നസ്റുൻ വഖൽഫ ദുലൂഇ യൽഹദുൽ അറബു. കേട്ടില്ലേ? ഈ ഒരൊറ്റ വരിയിലെല്ലാമുണ്ട്. തൻ്റെ നാടായ യമനോടും പിന്നെ വിശാലമായ അറബ് ലോകത്തോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു ആത്മബന്ധം, അതാണ് ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 5 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. പരീക്ഷയ്ക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ പോയിന്റുകളായിട്ടാണ് നമ്മളിത് ക്രമീകരിച്ചിരിക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. മാറി അൽ യമൻ. എന്താണ് ഈ പേരിന് പിന്നിൽ? അദ്ദേഹത്തെ യമനിലെ മാറി എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. കാഴ്ചയില്ലാതിരുന്നിട്ടും തൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് ലോകത്തെ കണ്ട മറ്റൊരു വലിയ അറബി കവിയുണ്ടായിരുന്നു, അബുൽ ആള അൽ മാറി. അദ്ദേഹത്തോടാണ് ബറദൂനിയെ ഉപമിക്കുന്നത്. ആ ഒരു താരതമ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ബറദൂനിയുടെ ചിന്തകളുടെ ശക്തിയും ആഴവും എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. മുഴുവൻ പേര് അബ്ദുള്ള സ്വാലിഹ് ഹസൻ അഷ്ഷഫ് അൽ ബറദൂനി. 1929 മുതൽ 1991 വരെയായിരുന്നു ജീവിതകാലം. അദ്ദേഹം വെറുമൊരു കവി മാത്രമായിരുന്നില്ല കേട്ടോ. ഒരു മികച്ച നിരൂപകൻ, എഴുത്തുകാരൻ, ചരിത്രകാരൻ, ഇങ്ങനെ പല റോളുകളിലും തിളങ്ങിയ ഒരു പ്രതിഭയായിരുന്നു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിലേക്ക് പോകാം. അവിടെ അദ്ദേഹം നേരിട്ട ഒരു വലിയ വെല്ലുവിളിയുണ്ട്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു അത്. 1929 അൽ ബറദൂൻ എന്ന ഗ്രാമത്തിലായിരുന്നു ജനനം. ആ ഗ്രാമത്തിൻ്റെ പേരിൽ നിന്നാണ് അദ്ദേഹത്തിന് അൽ ബറദൂനി എന്ന പേര് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വെറും 5 വയസ്സുള്ളപ്പോൾ ആ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ഒരു ദുരന്തം സംഭവിക്കുകയാണ്. വസൂരി. ആ ഒരൊറ്റ രോഗം, അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായും കവർന്നെടുത്തു. ജീവിതം അതോടെ മാറിമറിഞ്ഞു. പക്ഷേ നോക്കൂ, ആ ഒരു പ്രതിസന്ധിയിലും അദ്ദേഹം തളർന്നില്ല. അറിവ് നേടാനുള്ള ആഗ്രഹം അടങ്ങിയില്ല. ആദ്യം സ്വന്തം ഗ്രാമത്തിൽ നിന്ന് പഠിച്ചു. പിന്നീട് ദമാർ എന്ന പട്ടണത്തിലേക്ക് പോയി അവിടത്തെ പ്രശസ്തമായ ഷംസിയ സ്കൂളിൽ ചേർന്ന് പഠനം തുടർന്നു. ശരി, അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോയത്? യമനിൻ്റെ തലസ്ഥാനമായ സെനായിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം എങ്ങനെയാണ് ലോകം കേട്ടു തുടങ്ങിയത് എന്ന് നമുക്ക് നോക്കാം. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ ചില വർഷങ്ങളാണിത്. വെറും 13 വയസ്സുള്ളപ്പോഴാണ് കവിത എഴുതി തുടങ്ങുന്നത്. പിന്നീട് 1949 രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ 9 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിനുശേഷം 1954 അദ്ദേഹം ചെയ്ത ജോലി എന്താണെന്നറിയുമോ? വക്കീൽ അൽ മുത്തല്ലഖാത്ത്, അതായത് വിവാഹമോചനം നേടിയ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു വക്കീൽ. പിന്നീട് പത്രങ്ങളിൽ കോളങ്ങളും എഴുതാൻ തുടങ്ങി. എത്രമാത്രം സംഭവബഹുലമായൊരു ജീവിതമല്ലേ? ഇത്രയും പ്രതിഭയുള്ള ഒരാളെ ലോകം തിരിച്ചറിയാതിരിക്കുമോ? ഇല്ല. അദ്ദേഹത്തെ തേടി ഒരുപാട് വലിയ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും എത്തി. ഇനി പറയുന്ന അവാർഡുകൾ പരീക്ഷയുടെ ക്ലിഡനോത്തേക്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വർഷവും സ്ഥലവുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണേ. നോക്കൂ, 1971 മൊസൂലിൽ നിന്ന് അബു തമാം അവാർഡ്, 1981 കൈറോയിൽ നിന്ന് ഷൗക്കീവ ഹാഫിദ് അവാർഡ്, 1982 യുനെസ്കോയുടെ അവാർഡ്, പിന്നെ 1993 UAEയിൽ നിന്ന് സുൽത്താൻ അൽ ഉവൈസ് അവാർഡ്. അറബ് ലോകം മുഴുവൻ അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഇതിൽ 1982 യുനെസ്കോ അവാർഡിനൊരു പ്രത്യേകതയുണ്ട്. ആ അംഗീകാരത്തിന്റെ ഭാഗമായി യുനെസ്കോ അദ്ദേഹത്തിന്റെ ചിത്രം ആലേഖനം ചെയ്ത ഒരു വെള്ളി നാണയം തന്നെ പുറത്തിറക്കി. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര വലിയൊരു ബഹുമതിയാണെന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹം സാഹിത്യ ലോകത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കൃതികൾ അറബി സാഹിത്യം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഇതൊരു നിധി തന്നെയാണ്. നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനായി അദ്ദേഹത്തിൻ്റെ കൃതികളെ 2ആയി തിരിക്കാം. ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ, അതായത് ദവാവിൻ നോക്കാം. മിൻ ആർലി ബിൽക്കീസ്
ഫി തുറീഖി അൽ ഫജിർ, മദീനത്തുൽ ഗദ്, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കൃതികളുണ്ട്. ഇതിൽ ഫി തുറീഖി അൽ ഫജിർ എന്ന കൃതി പ്രത്യേകം ഓർത്തുവെക്കണം. കാരണം ഈ കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് അബൂ തമാം അവാർഡ് ലഭിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇനി കവിതകൾ കൂടാതെ അദ്ദേഹം എഴുതിയ മറ്റു പുസ്തകങ്ങൾ നോക്കാം. ഇവ പ്രധാനമായും പഠനങ്ങളും നിരൂപണങ്ങളുമാണ്. റിഹ്ലത്തുൻ ഫി ഷിഅറിൽ യമനി, അസ്സഖാഫ വസ്സൗറ ഫിൽ യമൻ. ഈ പേരുകൾ കണ്ടാൽ തന്നെ അറിയാം യമനിന്റെ സാഹിത്യം, സംസ്കാരം, രാഷ്ട്രീയം, സമൂഹം ഇതിനെക്കുറിച്ചെല്ലാം എത്ര ആഴത്തിലാണ് അദ്ദേഹം പഠിച്ചിരുന്നത് എന്ന്. അപ്പോൾ ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലൊരു ചോദ്യം വരും, അല്ലേ? പുറം ലോകം കാണാൻ കണ്ണുകളില്ലാതിരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് തൻ്റെ നാടിനെയും അവിടുത്തെ ജനങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും ഇത്രയധികം വ്യക്തതയോടെ കാണാൻ കഴിഞ്ഞത്? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് അബ്ദുല്ല അൽ ബറദൂനി എന്ന മഹാപ്രതിഭയുടെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചയായിരുന്നു. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.